റബീഇലേക്കുള്ള ഒരു സഫർ ദിവസം 3. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ ആ വരവിൻ്റെ പ്രകാശം ലോകത്തെ അറിയിച്ചിരുന്നു. അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു വഫാത്തായി. ആമിന റളിയല്ലാഹു അൻഹ തൻ്റെ ഗർഭത്തിൽ ഒരു കുഞ്ഞിനെ വഹിക്കുകയായിരുന്നു. പക്ഷേ അതൊരു സാധാരണ ഗർഭധാരണമായിരുന്നില്ല. കാരണം ആമിന റളിയല്ലാഹു അൻഹ ഗർഭം ധരിച്ചിരുന്ന ആ കുഞ്ഞ് അള്ളാഹുവിൻ്റെ അവസാന പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. ആമിന റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു റിവായത്തിൽ പറയപ്പെടുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചപ്പോൾ ആമിന റളിയല്ലാഹു അൻഹ ഒരു പ്രകാശം കണ്ടു. ആ പ്രകാശം ഷാമിലെ കൊട്ടാരങ്ങളെ പ്രകാശിപ്പിക്കുന്നതായി കാണപ്പെട്ടു. റഅത്ത് ഉമ്മി കഅന്നഹു ഖറജ മിൻഹാ നൂറുൻ അളഅത് ലഹു ഖുസൂറു ഷാം. എൻ്റെ മാതാവ് എന്നെ പ്രസവിച്ചപ്പോൾ അവരിൽ നിന്ന് പുറപ്പെട്ട ഒരു പ്രകാശം ഷാമിലെ കൊട്ടാരങ്ങളെ പ്രകാശിപ്പിക്കുന്നതായി അവർ കണ്ടു. ഈ അർത്ഥത്തിലുള്ള റിവായത്ത് മുസ്നദ് അഹമ്മദിലും മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങളിലും വന്നിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് തന്നെ തൻ്റെ വരവിനെക്കുറിച്ച് പറഞ്ഞതായി നിവേദനം ചെയ്യപ്പെടുന്നു. അന ദഅവതു അബി ഇബ്രാഹിമ വബുശ്റ ഈസ വറഅത് ഉമ്മി ഹീന ഹമലത് ബിഹി അന്നഹു ഖറജ മിൻഹാ നൂറൻ അളഅത് ലഹു ഖുസൂറു ഷാം. ഞാൻ എൻ്റെ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയുടെ ഫലവും ഈസാ നബി അലൈഹിസ്സലാമിന് നൽകിയ സന്തോഷ വാർത്തയുമാണ്. എൻ്റെ മാതാവ് എന്നെ ഗർഭം ധരിച്ചപ്പോൾ അവരിൽ നിന്ന് പുറപ്പെട്ട ഒരു പ്രകാശം ഷാമിലെ കൊട്ടാരങ്ങളെ പ്രകാശിപ്പിക്കുന്നതായി അവർ കണ്ടു. ഇതിനായി അവലംബിച്ചത് മുസ്നദ് അഹമ്മദ് ഹദീസ് 17163. ഈ റിവായത്തിൻ്റെ സനദിനെ ഹദീസ് പണ്ഡിതന്മാർ വ്യത്യസ്ത രീതിയിൽ വിലയിരുത്തിയിട്ടുണ്ട്. അതിനാൽ ഇത് സ്വഹീഹ് ബുഖാരിയിലോ സ്വഹീഹ് മുസ്ലിമിലോ ഉള്ള ഹദീസ് എന്ന നിലയിൽ അവതരിപ്പിക്കാൻ പറ്റില്ല. ഇതൊരു സാധാരണ പ്രകാശത്തിൻ്റെ കഥ മാത്രമായിരുന്നില്ല. ഒരു ഇരുണ്ട ലോകത്തിലേക്ക് അള്ളാഹു അയക്കാനിരുന്ന ഹിദായത്തിൻ്റെ മഹാപ്രകാശമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ വരവിൻ്റെ ഒരു അടയാളമായിരുന്നു ഇന്നത്തെ പാഠം. ഒരു വലിയ അനുഗ്രഹം വരുന്നതിന് മുമ്പ് അള്ളാഹു ചിലപ്പോൾ അതിൻ്റെ സൂചനകൾ നൽകും. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന ആ പ്രകാശം നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ തെളിയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ്. റബീഇലേക്കുള്ള ഈ സഫറിൽ നമ്മുടെ ഹൃദയങ്ങളിലും ആ പ്രകാശം തെളിയട്ടെ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച രാത്രിയിൽ നടന്ന അത്ഭുതങ്ങൾ, ഏതാണ് യാഥാർത്ഥ്യം ഏതാണ് തെളിവില്ലാത്തത് എന്ന വിഷയം ഇൻഷാ അല്ലാഹ് നമ്മൾ ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.